അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ കേട്ടോ അവിടുത്തെ. ഇത് വേൾഡിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന വാഹനങ്ങളുള്ള ഒരു വിൻറ്റേജ് കാർ കളക്ഷൻ ഏരിയയാണ്. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ടിക്കറ്റ് എടുത്ത് ഞാൻ അകത്തേക്ക് കയറി. 2 സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട്. അവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. പക്ഷേ എന്നാലും നമ്മൾ ചില വീഡിയോകളൊക്കെ എടുത്തിട്ടുണ്ട്. ഒരുപാട് പഴയ കാറുകൾ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ റോൾസ് റോയ്സിൻ്റെ കളക്ഷനാണ്. ഇതെല്ലാം റോൾസ് റോയ്സിൻ്റെ കാറുകളാണ്. 1929 US നിന്ന് ഇമ്പോർട്ട് ചെയ്തൊരു കാറാണ്. പിന്നെ ഈ ഭാഗത്തെല്ലാം ഇത് ജാഗ്വറിൻ്റെ കളക്ഷനാണ്. പൂർണ്ണമായിട്ടൊരു വിൻറ്റേജ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പഴയൊരു ബിൽഡിങ്ങിലാണ് ഇത് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഞാൻ ഇന്ന് വരെ കേൾക്കാത്ത ഒരുപാട് പേരിലുള്ള വണ്ടികൾ ഇവിടെ ഉണ്ട്, പഴയ കാലത്തെ വണ്ടികൾ. ഫോർഡ് കമ്പനിയുടെ 1963 ഒരു മൊബൈൽ ചെസ്റ്റ് ക്ലിനിക്കാണിത്. അപ്പോൾ ഈ കാണുന്ന സെക്ഷനിലെല്ലാം ബെൻലീൻ്റെ കാറുകളാണ്. 1935, 40, 45 അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലുള്ള ബെൻലീൻ്റെ കാറുകളാണ് ഇതെല്ലാം. ഇത് പാക്കർഡ് 1110 1940 എഡിഷൻ. ഇവിടെ ടോട്ടൽ 210, 215 അത്ര വണ്ടികളുണ്ട് എന്നാണ് പറഞ്ഞത്. അതിൽ ഓൾമോസ്റ്റ് ഒരു 60% വണ്ടികളും പ്രവർത്തിക്കുന്ന വണ്ടികളാണ്. കാരണം ഇവർ ഈ ടിക്കറ്റ് വാങ്ങിക്കുന്ന പൈസയൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ലൊക്കേഷൻ വരുന്നത് ന്യൂ ഇന്ത്യ കോളനി ഏരിയയിലാണ്, അഹമ്മദാബാദ്. അതിൽ വേൾഡ് വിൻറ്റേജ് കാർ മ്യൂസിയം എന്ന് അടിച്ചു കൊടുത്താൽ മതി ഗൂഗിളിൽ, നമുക്ക് കറക്റ്റ് അവിടെ എത്തിപ്പെടാം. ഇതൊക്കെ MGയുടെ വാഹനങ്ങളാണ്. അത് വളരെ പഴക്കം ചെന്ന വണ്ടികളാണ്. 1910, 1915, 1929 അങ്ങനെ ആ കാലഘട്ടത്തിലുള്ള വണ്ടികളാണ് ഇതെല്ലാം. 100 രൂപയാണ് ടിക്കറ്റ് ചാർജ്. പിന്നെ നമുക്ക് ഫോട്ടോസ്, അൺലിമിറ്റഡ് ഫോട്ടോസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് 100 രൂപ എക്സ്ട്രാ കൊടുക്കണം. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ വീഡിയോ എടുത്തു, അത് വേറെ കാര്യം. എൻ്റെ പുറത്ത് തന്നെ അതായത് ചെറിയൊരു പാർക്കുണ്ട്. എന്താ ഇവരുടെ റെസ്റ്റോറൻ്റ് ആണ് കേട്ടത്. അപ്പോൾ വിൻറ്റേജ് കാറുകൾ ഒരുപാട് പഴക്കം ചെന്ന വാഹനങ്ങളുണ്ട് അവിടെ. 1906, 10, 27, 35 അങ്ങനെ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരുപാട് വണ്ടികളുണ്ട് അവിടെ. പക്ഷെ നമുക്ക് ഫോട്ടോസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. 100 രൂപ ടിക്കറ്റ് എക്സ്ട്രാ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഫോട്ടോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, വീഡിയോ അവരെ എടുക്കാൻ സമ്മതിക്കില്ല. ഓക്കെ. തന്നെ വേറൊരു കൗണ്ടർ വിൻറ്റേജ് ഐറ്റംസ് ആൻഡ് ക്രാഫ്റ്റ്സ്. അങ്ങനെ നമ്മൾ അവിടുന്ന് അഹമ്മദാബാദിൽ നിന്ന് ഇറങ്ങി നേരെ രാജ്കോട്ട് വഴി പോർബന്ദറിലേക്ക് ഉള്ള യാത്രയിലാണ്. ഇതിപ്പോൾ സുരേന്ദ്രനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അങ്ങനെ കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ നമുക്കൊരു പെട്രോൾ പമ്പ് കിട്ടി. അപ്പോൾ പോർബന്ദർക്ക് പോണ വഴിക്ക് എവിടെയും റൂം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഒരു നൈറേൻ്റെ പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു എന്താ ഇവിടെ ടെൻ്റ് അടിച്ചോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇത്രയും ദിവസത്തെ ട്രിപ്പിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ട് ടെൻ്റ് അടിക്കാൻ പോവാം. അങ്ങനെ നമ്മളെ ടെൻ്റ് റെഡി ആയിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ടെൻറ്റിൽ കിടന്നുറങ്ങാൻ പോകും. കുഴപ്പമൊന്നുമില്ല, സേഫ്റ്റിയാണ്. ഇതവിടെ ക്യാമറ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ല മനുഷ്യന്മാരട്ടോ. അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ടെൻ്റ് അടിച്ചോ എന്ന് പറഞ്ഞു. അതിനെ ഭയങ്കര സന്തോഷം. അപ്പോൾ ടെൻറ്റിലെ ജീവിതം ഞാൻ പറയാം. ഇതാണ് നമ്മളെ ടെൻറ്റിനുള്ളിലെ സെറ്റപ്പ്. ബാഗുകളൊക്കെ അതാ ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്. സ്ലീപ്പിംഗ് ബാഗ് എൻ്റെ ഉള്ളിൽ കയറി കിടക്കേണ്ട ആവശ്യമില്ല, കാരണം നല്ല ചൂടാണ്. ചെറിയൊരു ലൈറ്റ് അങ്ങനെ ഫ്രണ്ട് സൈഡ്. അപ്പോൾ
അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിടക്കാം, നല്ല സുഖമായിട്ട് കിടക്കാം. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ, നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു. എനിക്ക് ആദ്യമായിട്ട് ടെൻ്റ് അടിക്കണേ കൊണ്ടേ കുറച്ചൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ പണിയിട്ടിട്ടുള്ളൂ, ഒന്ന് പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആവാൻ സൗകര്യമൊക്കെ ഒരു തന്നിട്ടുണ്ട്. ഒന്ന് ചെയ്തിട്ട് നേരെ പോർബന്ദർ പിടിക്കണം എന്നാണ് പക്ഷേ പോർബന്ദറിൽ എത്തും തോന്നുന്നില്ല. 350 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്തുള്ള വേറെ ഏതെങ്കിലും ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിറ്റിയിൽ നമുക്ക് ഇന്ന് നൈറ്റ് സ്റ്റേ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ നൈറേൻ്റെ പെട്രോൾ പമ്പിൽ നല്ല സ്റ്റേ ചെയ്തേ. അപ്പോൾ ഞാൻ പോകാൻ വേണ്ടി നിന്നപ്പോൾ ഈ പുള്ളിക്കാരൻ പറഞ്ഞു ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. കാരണം ചായ കുടിക്കാത്തവർ വരുന്നേ ഇല്ല. आपका नाम एक बार बोलो. मेरा नाम दुलसा सिंह है. दुलसा सिंह है. किधर है? पाली. हाँ, രാജസ്ഥാനിൽ പാലി എന്ന് പറഞ്ഞാൽ വേറെ ഇതുകൊണ്ടുണ്ട് മുകേഷ് പുള്ളിക്കാരൻ അപ്പുറത്തേക്ക് പോയതാണ്, ഓഫീസിലേക്ക് പോയതാണ്. മുകേഷ് എന്നാ പേര്. അപ്പോൾ ഇവർ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാർ കേട്ടോ, ഭയങ്കര സപ്പോർട്ട്. ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്നാ പറഞ്ഞത്. പക്ഷേ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റില്ല, നമുക്ക് ഒരുപാട് ദൂരം പോകണ്ടല്ലേ. അപ്പോൾ ആ പെട്രോൾ പമ്പിൽ നിന്ന് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലത്ത് നിന്ന് നമ്മൾ ഇറങ്ങി അങ്ങനെ പോർബന്ദർ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ ഗുജറാത്ത് എനിക്ക് പണ്ടേ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ എന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഗുജറാത്ത് അടിപൊളി സ്ഥലമാണ്, നല്ല ആൾക്കാരാന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല സപ്പോർട്ടാണ് കേട്ടോ അവർ. ടെൻ്റ് അടിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക സേഫ്റ്റിയാണ്. പിന്നെ അവരെന്നോട് ചായ കുടിച്ചിട്ട് പോയാൽ മതി, ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. അതായത് അവരെ പുറത്തുനിന്ന് വന്നിട്ട് കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ട് ഒക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ NH 47 കൂടി പോർബന്ദറിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു കാറ്റാടിപ്പാടം വരാനുള്ള സാധ്യത കേട്ടോ. അതിൻ്റെ വിൻമില്ലിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. ഞാൻ വരുന്ന വഴിക്ക് ഒരുപാട് ലോറിയിൽ ഇങ്ങനെ കൊണ്ടുവരുന്നതും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നല്ല കാറ്റ് കിട്ടുന്ന ഏരിയ തോന്നുന്നു കണ്ടിട്ട്. എന്താടാ മോനെ നോക്കുന്നേ, നല്ല വൃത്തിഹീനമായ സ്ഥലത്ത് പശുക്കൾ. ഇവിടുത്തെ പശുക്കൾ നോൺ വെജാ തോന്നുന്നുട്ടാ, അല്ലേ ഹോട്ടലിൽ വേസ്റ്റൊക്കെ കഴിക്കുന്ന കാണുന്നുണ്ട്. ഒരു ഗുജറാത്തി ചേച്ചി പോയിക്കൊണ്ടിരിക്കുന്നു. ബഗോദര എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ, പോർബന്ദർ പോണ വഴിക്ക് ഒരു ചെറിയൊരു അങ്ങാടിയാണ്. അപ്പോൾ ഒരുപാട് ഇങ്ങനത്തെ തുണികൾ രാവിലെ തന്നെ അങ്ങാടിയിൽ ഭയങ്കര തിരക്കാണ്. ഇതാ പോണ് ട്രാക്ടർ, ഇതാ പോണ് സാമുജി. എവിടേക്കാ പോണാവോ? കുറച്ച് ഗുജറാത്തിലെ ഏട്ടന്മാരൊക്കെ സോറ പറഞ്ഞിട്ടിരിക്കണ് വണ്ടികളും പോണ ഹൈവേയിൽ ഇരുന്നിട്ട്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ മടുക്കില്ല എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പേഴ്സണലി വന്നിട്ട് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ചോദിച്ചാൽ എല്ലാവരുടെ കാര്യം എനിക്കറിയില്ല. എൻ്റെ കാര്യത്തിൽ എനിക്ക് ഒറ്റയ്ക്ക് പോണത് ഒരു മടുപ്പും ഇല്ലാത്ത കാര്യമാണ്. ഒറ്റയ്ക്ക് പോകണത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എന്താ വെച്ചാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലല്ലോ. 2 ആളോ 3 ആളൊക്കെ ആകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാട് അഭിപ്രായങ്ങളായിരിക്കും. പിന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ റിസ്ക് കുറച്ച് എടുക്കുന്നത് നല്ലതാണ്. ഒറ്റയ്ക്കാണെങ്കിലും കൂട്ടത്തിൽ എപ്പോഴും ഒരാൾക്കാർ നമ്മളെ കൂടെ ഉണ്ടാവില്ല ജീവിതത്തിൽ. എല്ലാ സമയവും നമ്മളെ കൂടെ ആൾക്കാരുണ്ടാവില്ല. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ജീവിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ പഠിക്കണ്ടേ. കരിമ്പ് ജ്യൂസ് അങ്ങാടി അത്യാവശ്യം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എയർ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഓയിലൊക്കെ ഞാൻ മാറ്റിയതാണ്, പൂനെയിൽ വെച്ചിട്ട് ഞാൻ ഓയിലൊക്കെ മാറ്റിയതാണ്. അപ്പോൾ ഇനി മുതൽ നല്ല ആക്റ്റീവായിട്ട് വീഡിയോ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം ഇപ്പോൾ ഒരു ഹരം കയറി വന്നിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ ഒരു ടെക്നിക്കൽ വശം മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി നല്ല കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം എന്ന് വാഗ്ദാനം ചെയ്യണമെന്നില്ല. എന്നാലും ഞാൻ കാണുന്ന കാഴ്ചകൾ മാക്സിമം ഞാൻ ഈ ഫോണിൽ ഒപ്പിയെടുക്കാം. ഓക്കെ. ഈ ഏരിയയിൽ അങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല കേട്ടോ. എന്നാലും ഏതെങ്കിലും ഏരിയയിൽ വല്ല ഗ്രാമമൊക്കെ കാണുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഈ ഏരിയയിൽ ഒരേ വ്യൂ തന്നെ. ആൾക്കാരതാ ഇങ്ങനെയാണ് കേട്ടോ കൊണ്ടുപോകണം. ട്രാൻസ്പോർട്ടിങ് ഇതാ ഇതുപോലെയാണ്. ഇങ്ങനെ പോണതിൻ്റെ ഇടയ്ക്ക് ഇതാ നല്ലൊരു പുരാതന ഒരു അമ്പലം തോന്നുന്നു. നല്ല അടിപൊളി ഒരു കമാനം. എൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടോയെന്ന് അറിയില്ല. നമുക്കവിടെ പോകാനേ സമയമില്ലാത്തതുകൊണ്ട് തന്നെ തിരിച്ചു പോവാം. അപ്പോൾ ഇവിടെ ഒരു സങ്കരയിനം സാധനമാണ് ഈ സാധനം, ഈ പോണ കേട്ടോ.
ബുള്ളറ്റിൽ ഉണ്ടാക്കിയ സാധനം. എത്രയും ഭീമാകാരമായ ഒരു സാധനമാണ് ഈ വണ്ടിയിൽ കൊണ്ടുപോകുന്നത് കേട്ടോ. ഒരു ലോറിയും അതും വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയേ, എന്താ അതിൻ്റെ വലിപ്പം. കണ്ട, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം.